എല്ലാവർക്കും നമസ്കാരം. ഇവിടെ 6ഓളം സ്ത്രീകളുണ്ട്. അവർക്ക് പ്രത്യേക നമസ്കാരം. നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ രാജു വാടാനപ്പള്ളി ആദ്യമായിട്ടാണ് ഈ 13.8 ചാനലിൻ്റെ പരിപാടിയിൽ വരുന്നത്. ഒരവസരം തന്നിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തകരോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നമുക്കറിയാം, പരിണാമശാസ്ത്ര സംബന്ധമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. കുട്ടി തന്നെയാണ് ഇപ്പോഴും. കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ അതിൻ്റെ ഭാരം വല്ലാത്തതാണ്. അതിൽ ചെറിയൊരു കാര്യം സംസാരിക്കാൻ പോവുകയാണ്. മനുഷ്യ പരിണാമം. അമ്മയ്ക്ക് പ്രണാമം. എല്ലാ സ്ത്രീകളെയും പ്രണമിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. നമുക്കറിയാം, അമ്മയാണ് നമ്മളെ പ്രസവിക്കുന്നത്. നമ്മളെ പ്രസവിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ കാഴ്ചയാണത്. എല്ലാവരും അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മളറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പലതുണ്ട് നമ്മളറിയാത്തത്. അതിൽ ഒരു കാര്യം മാത്രം, ഒരു ചെറിയ കാര്യം, കുറച്ച് സമയത്തിനുള്ളിൽ സംസാരിക്കുന്നുള്ളൂ. അത് ഒരു ഹിമാലയൻ വെയിറ്റുള്ള കാര്യമാണ്. അവിടെയാണ് ഞാൻ അമ്മയ്ക്ക് പ്രണാമം കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരും അത് കേട്ട് കഴിഞ്ഞാൽ പ്രണമിക്കേണ്ടി വരും. ഇപ്പം അമ്മ, ഇവിടെ മുഖ്യമായിട്ടും ഞാൻ മസ്തിഷ്കത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മസ്തിഷ്കമാണ് നാം. അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ രൂപീകരണം, ആ പ്രക്രിയയിൽ അമ്മയ്ക്ക് പരിണാമം വല്ലാത്തൊരു ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അമ്മ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ചെയ്യുന്നു, നാളെയും ചെയ്യും. അതിലേക്കാണ് കടക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു വയ്ക്കട്ടെ. ഞാൻ എന്ത് പരിണാമത്തെക്കുറിച്ച് പറഞ്ഞാലും എഴുതിയാലും അതിനകത്ത് ദൈവം കടന്നു വരും. നിങ്ങൾ വിശ്വസിക്കുന്നവരാരെങ്കിലും അത് നിങ്ങളുടെ പാട്ടിന് വിടുന്നു. ദൈവം എന്നത് മനുഷ്യൻ്റെ സൃഷ്ടി മാത്രമാണ്. ഈ പ്രക്രിയയിൽ ദൈവത്തിനോ പിശാചിനോ മറ്റു ആർക്കോ യാതൊരുവിധ പങ്കുമില്ല. മറിച്ച് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ദൈവം കയറി വരും. അതിൽ നിങ്ങൾ എന്നോട് പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പരിണാമം പഠിക്കുന്നത് തന്നെ ദൈവ നിഷേധം, എങ്ങനെയാണ് ദൈവം വന്നതും ഇതൊക്കെ കൂടുതൽ അനാവരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കതിൽ കടക്കുമ്പോൾ, ഭൂമിയിൽ 400 കോടി വർഷത്തോളമായി ജീവനുണ്ടായിട്ട്, ചില്ലറ കാര്യമല്ല. ജീവനാണ് ആദ്യം ഉണ്ടാകുന്നത്, പിന്നീടാണ് ദൈവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 54 കോടി വർഷത്തുമ്പോഴാണ് ആദ്യത്തെ ജീവികൾ രംഗത്ത് വരുന്നത്. അതിനൊരു കാംബ്രിയൻ എന്ന് പറഞ്ഞ യുഗത്തിലാണ് ജീവികളൊക്കെ രംഗത്ത് വരുന്നത്. പിന്നീട് നട്ടലില്ലാത്ത ജീവികളും പിന്നീട് നട്ടലുള്ള ജീവികളും, അവിടെ നിന്ന് പിന്നെ നട്ടലുകളിൽ മത്സ്യങ്ങൾ, പിന്നെ ഉഭയജീവികൾ, പിന്നെ ഉരകങ്ങൾ, പിന്നെ സസ്തനികൾ. അതിൽ സസ്തനികളിലാണ് അതിൽ പ്രൈമേറ്റ് എന്ന് പറയുന്ന ഒരു കുലമുണ്ട്. സസ്തനികളിൽ അതിലാണ് നമ്മൾ വരുന്നത്. ഈ പ്രൈമേറ്റിൽ ഒരു 230ഓളം ജീവികളുണ്ട്. അതിൽ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യനിൽ മറ്റ് പ്രൈമേറ്റുകൾക്ക് ഇല്ലാത്ത വിധം വലിയ മസ്തിഷ്കമാണ് നമുക്കുള്ളത്. നമ്മുടെ മസ്തിഷ്കം 1350 ഗ്രാമാണ്. നമ്മുടെ തലയൊട്ടിക്കുള്ളിലുള്ളത് 1350 ഗ്രാമാണ്. മനുഷ്യൻ്റെ പരിണാമം ഈ പ്രക്രിയയിൽ തുടങ്ങുന്നത് കഴിഞ്ഞ 70 ലക്ഷം വർഷം തൊട്ടാണ്. അതിനെ മിയോസിൻ യുഗം എന്ന് പറയുക. ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാൻ വേണ്ടി അതിൻ്റെ പാശ്ചാത്യമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 70 ലക്ഷം വർഷം തൊട്ടാണ് മനുഷ്യൻ പരിണമിക്കാൻ തുടങ്ങുന്നത്. ആ പ്രക്രിയയിൽ കഴിഞ്ഞ 70 ലക്ഷം തൊട്ട് വരുന്നു. അതിൻ്റെ പൂർവികർ അത് കുറച്ച് പേരുണ്ട്. അതിനുശേഷം കഴിഞ്ഞ 24 ലക്ഷം വർഷത്തുമ്പോഴാണ് വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. അതായത് ഈ 70 ലക്ഷം വർഷം തൊട്ട് തുടങ്ങിയിട്ട് 24 ലക്ഷം വർഷം വരെയുള്ള കാലം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അളവ് വെറും 360 ഗ്രാം മാത്രമാണ് നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ 24 ലക്ഷം വർഷത്തിന് ശേഷം നമ്മുടെ മസ്തിഷ്കം പതിയെ പെരുകാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മസ്തിഷ്കത്തിൻ്റെ സെറിബ്രൽ കോർട്ടെക്സ്, നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ഭാഗത്ത് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. അതിനകത്ത് പ്രവർത്തിക്കുന്ന കുറേ ജീനുകളുണ്ട്. അവയെല്ലാം ഇരട്ടിച്ച് വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വന്ന്
കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവയെല്ലാം ഒറിജിനൽ ജീനുകളാവുകയും അവയുടെ കൂടി പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ, അതായത് ന്യൂറോൺസ് അത് നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ പതിയെ പതിയെ മസ്തിഷ്കം വികസിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കഴിഞ്ഞ 24 ലക്ഷം വർഷം തൊട്ട് ആ വികസന പ്രക്രിയ തുടങ്ങി. അതായത് ബേസിക്കായ 360 ഗ്രാമിൽ നിന്ന് പതിയെ പതിയെ വികസിച്ച് ഇന്നത്തെ 1350 ഗ്രാമിലെത്തുന്നു. ഈ പ്രക്രിയയിൽ അമ്മയ്ക്കാണ് റോള്. ഈ പ്രക്രിയയിൽ അമ്മയ്ക്കാണ് റോള്. അതാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ മസ്തിഷ്കത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം. ഞാൻ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സങ്കീർണത, അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. അതിൻ്റെ ആ ഫോർമേഷൻ, ആ രൂപീകരണ പ്രക്രിയ, ഈ 1350 ഗ്രാം എന്ന ഈ പ്രക്രിയ, ഈ പദാർത്ഥം ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു പദാർത്ഥമാണത്. അത്രയും സങ്കീർണമാണത്. അതിൻ്റെ സങ്കീർണതയിലേക്കൊന്നും പോകുന്നില്ല. പദാർത്ഥം ഫോം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ മസ്തിഷ്കത്തിൽ മൊത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ചിലപ്പോൾ ചിലർ ഒറിജിനൽ സാധനം കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ 60% ഫാറ്റാണ്. 60% നമ്മുടെ മസ്തിഷ്കത്തിൽ ഫാറ്റാണ്. ഇതൊന്നിപ്പോൾ ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വെകിലെടുക്കുക എല്ലാവരും. അയ്യോ ഭയങ്കര പ്രശ്നമാണ്, കോഴിമുട്ടയിൽ ഫാറ്റ്, മീനിൽ ഫാറ്റ്, ഇറച്ചിയിൽ ഫാറ്റ്, ഒന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെ 60% ഫാറ്റാണ്. ഈ ഫാറ്റിൽ തന്നെ ഇനിയാണ് നിർണായക കാര്യത്തിലേക്ക് പോകുന്നത്. അമ്മയുടെ റോള്, അമ്മയ്ക്ക് പ്രണമിക്കേണ്ട കാര്യം വരുന്നത് ഇവിടെയാണ്. ഈ ഫാറ്റിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായൊരു ഫാറ്റുണ്ട്. അത് ലോങ് ചെയിൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും. ലോങ് ചെയിൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, LC-PUFA എന്ന് പറയും അതിൻ്റെ ഷോർട്ട് ഫോമിൽ. ഇത് omega-3 ഫാറ്റി ആസിഡ് എന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. ഈ ഇത് ലോങ് ചെയിൻ ഉണ്ട്, പിന്നെ മീഡിയം ചെയിൻ ഉണ്ട്, പിന്നെ ഷോർട്ട് ചെയിൻ, അങ്ങനെ കുറച്ചുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാറ്റാണ് നമ്മളീ പറയുന്ന ഈ omega-3 വരുന്നത്. അതിൽ DHA കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതായത് ഡോക്കോസഹെക്സനോയിക് ആസിഡ് എന്ന് പറയുന്നത് DHA. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ബേബി ഫുഡിൻ്റെ പരസ്യത്തിൽ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട്. DHA, ഡോക്കോസഹെക്സനോയിക് ആസിഡ്. പിന്നെ EPA, ഈക്കോസാപ്പൻറ്റനോയിക് ആസിഡ്. പിന്നെ മറ്റൊന്നുണ്ട് ALA, ആൽഫ ലിനോലെനിക് ആസിഡ്. അങ്ങനെ 3 ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് DHA, പിന്നെ EPA. ഈ 3, അതായത് ഡോക്കോസഹെക്സനോയിക് ആസിഡും ഈക്കോസാപ്പൻറ്റനോയിക് ആസിഡും. ഇത് വളരെ വിശിഷ്ടമായൊരു ഫാറ്റാണ്. അതായത് ലോങ് ചെയിൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ വരുന്നത്. ഇപ്പം ഞാനതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും ഉപരിഭാഗങ്ങൾ സെർബറൽ കോർട്ടെക്സ്, ഇവിടെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഗ്രേ മാറ്റർ, അതിനകത്ത് ഈ വിശിഷ്ടമായ ഫാറ്റാണ് നിറഞ്ഞിരിക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഗ്രേ മാറ്ററിൻ്റെ പ്രത്യേകത എന്താ ചിലർക്ക് അറിയാമായിരിക്കും. അതാണ് നമ്മുടെ അറിവിൻ്റെ ഉൽപ്പാദന കേന്ദ്രമാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിങ് സെൻ്ററാണത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ ഭൂമിയിൽ അറിവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, ചിന്തിച്ച് അറിവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏകജീവി മനുഷ്യൻ മാത്രമുള്ളൂ. കാരണം പരിണാമ പ്രക്രിയയിലൂടെ മസ്തിഷ്കം, അതിൽ ഉപരിഭാഗം സെറിബ്രം വലിയ രീതിയിൽ 1 കിലോ വർദ്ധിച്ചു വച്ചിരിക്കുന്ന ഏകജീവി മനുഷ്യനാണ്. ആ 1 കിലോ വർദ്ധിച്ച പ്രക്രിയയ്ക്കുള്ളിലാണ് നമ്മുടെ ഈ ചിന്താശേഷി വരുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കുറേ സംസാരിക്കാനുണ്ട്. അതിലൊരു ചെറിയ കാര്യം മാത്രമേ ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ എൻ്റെ പുസ്തകം ഉണ്ട്, അതിനകത്ത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് മർമ്മപ്രധാനമായ കാര്യമാണ്. അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഏകജീവി മാത്രമാണ്. മറ്റുള്ള ജീവികളെല്ലാം ജന്മവാസന കൊണ്ടാണ് ജീവിക്കുന്നത്. പശു, ആട്, നായ എല്ലാം എടുത്ത് നോക്കിക്കോ, അവരെല്ലാവരും ജന്മവാസന കൊണ്ടാണ് ജീവിക്കുന്നത്. ജന്മവാസനയും ഒരു അറിവാണ്, പക്ഷെ അത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങൾക്ക് മുമ്പേ രൂപപ്പെട്ടതാണ്. അതൊക്കെ അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർക്കൊരു മാറ്റവും ഇല്ലല്ലോ, മാറ്റം വരില്ല. പക്ഷെ മനുഷ്യനങ്ങനെയല്ലല്ലോ. 20 വർഷം മുമ്പത്തെ അറിവല്ലല്ലോ നമുക്കിന്ന്. ഇതിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് എന്താണ്? ഈ ഞാൻ പഠിച്ചെടുത്ത അറിവാണിത്. അത് മനുഷ്യന് മാത്രം സാധിക്കൂ. അതാണ് ഏറ്റവും വലിയ തെളിവ്. ഞാൻ തന്നെയാണ് തെളിവ്, വേറെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടി നിൽക്കുക. അപ്പോൾ മനസ്സിലാക്കണം, 1 കിലോ വർദ്ധിച്ചു മസ്തിഷ്കം. അതിൽ
നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഡോക്കോസഹെക്സനോയിക് ആസിഡ്, ഈക്കോസാപ്പൻറ്റനോയിക് ആസിഡ് എന്നെല്ലാം പറയുന്ന omega-3 വരുന്നത്. ഈ വിശിഷ്ടമായ ഈ ഫാറ്റി ആസിഡ് മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കുന്നില്ല, നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്നില്ല. അത് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടണം. അത് മത്സ്യത്തിലാണുള്ളത്, കടൽ ജീവികളിലാണുള്ളത്, പ്രത്യേകിച്ച് മത്സ്യത്തിലാണുള്ളത്. ഈ ആസിഡിൻ്റെ എന്ന് വെച്ചാൽ ഈ DHAയും EPAയും മത്സ്യവുമല്ല നിർമ്മിക്കുന്നത്. അത് നിർമ്മിക്കുന്നത് കടലിലെ ചില ആൽഗകളും പ്ലാങ്ക്ടനുകളാണ്. അവയെ മത്സ്യം ഭക്ഷിക്കുന്നു, അതോടെ മത്സ്യത്തിൽ അതെത്തുന്നു. മത്സ്യത്തെ ഭക്ഷിക്കുന്നതോടെ നമ്മിലും അതെത്തുന്നു. ഇതാണ് ആ ചക്രം. അപ്പോൾ അതിൻ്റെ ഒരു ഫോം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് അമ്മയുടെ റോൾ വരുന്നത്. അമ്മയെ പരിണാമം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്ത തലമുറയെ നിർമ്മിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആസിഡിൻ്റെ ഒരു സംഭരണത്തിന് വേണ്ടി അമ്മയെ ഒരു പ്രത്യേകമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു, സ്ത്രീയെ. ഇനി സ്ത്രീയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ സ്ത്രീയെ കാണുമ്പോൾ അവരുടെ പഠനമായതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ പറയാൻ എനിക്ക് ചളിപ്പുണ്ട്. സ്ത്രീകളുടെ നിതംബം, അരക്കെട്ടിൻ്റെ ഭാഗം, ഹിപ്പ് ഭാഗം, തുടയുടെ മേൽഭാഗം ഇത്രയും ഭാഗങ്ങൾ തടിച്ചുരുണ്ട് കൊഴുത്തിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമുക്ക് കാണാനുള്ള ചന്തത്തിനുള്ളതല്ലത്. കണ്ടോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ വേറെയും ഒരു ധർമ്മം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പരിണാമം പ്രവർത്തിക്കുന്നത് നമുക്ക് മുന്നിൽ കാണാൻ പറ്റും. അമ്മയെ അങ്ങനെ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് അമ്മയെ നമ്മൾ പ്രണമിക്കുന്നത്. എന്താ വെച്ചാൽ അതൊരു പ്രത്യേകതരം കൊഴുപ്പിൻ്റെ ശേഖരമാണത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോങ് ചെയിൻ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. അതിനെ ഗ്ലൂട്ടിയോ ഫിമോറൽ ഫാറ്റ് എന്നും കൂടി പറയും. ഗ്ലൂട്ടിയോ ഫിമോറൽ ഫാറ്റ് അതായത് നിതംബത്തിലും അരക്കെട്ടിൻ്റെ, അതാണ് വിരിഞ്ഞു നിൽക്കുന്ന അരക്കെട്ടിൽ ഇതൊക്കെ സംഭരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ തുടയുടെ മേൽഭാഗത്തും. ഈ ഫാറ്റ് മെറ്റബോളൈസ് ചെയ്യില്ല, അതായത് ഊർജ്ജാവശ്യത്തിന് ശരീരം എടുക്കില്ല. ഇപ്പം നമ്മൾക്കെല്ലാവർക്കും കുംഭവയറും ശരീരത്തിന് പല ഭാഗങ്ങളിലും ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ ഫാറ്റൊക്കെ നമ്മൾ കുറച്ച് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കഠിനമായ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അത് ശരീരം ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിച്ച് പോകും. അങ്ങനെ നമ്മൾ മെലിഞ്ഞ് ഇങ്ങനെ വരും. പക്ഷേ ഈ പറയുന്ന ഫാറ്റ്, ഗ്ലൂട്ടിയോ ഫിമോറൽ ഫാറ്റ് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ഫാറ്റ് ശരീരം എടുക്കില്ല. അത് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അമ്മയെ അതിനു വേണ്ടി പരിണാമം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ, അവിടെയാണ് അത് ഈ DHA ആണത് അധികം. ഡോക്കോസഹെക്സനോയിക് ആസിഡും EPA ഒക്കെയാണ് അതിനകത്ത് സംഭരിച്ച് വെച്ചുള്ളത്. ഇതെന്തിനു വേണ്ടി? അവിടെയാണ് അമ്മയ്ക്ക് പ്രണാമം കൊടുക്കുന്നത്. ഇതാണ്, ആ ഫാറ്റാണ് നമ്മുടെ തലച്ചോറ്. അതായത് എൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ നിതംബത്തിലുള്ള ഫാറ്റാണ്. ഒരു സങ്കോചം ഇല്ലാണ്ട് എനിക്കത് പറയാൻ പറ്റും. നിങ്ങളുടെ അങ്ങനെ തന്നെയാണ്. ഇനി എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാം. സ്ത്രീ ഇപ്പം ഗർഭിണിയാവുന്നുണ്ടല്ലോ, അവിടെ പുരുഷൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബീജം, അതിനകത്ത് പകുതി ക്രോമസോമുണ്ട്, അമ്മയുടെ അണ്ടം, രണ്ടും കൂടി ഒരു സെല്ലാവുന്നു. സെല്ലായി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മനുഷ്യനായി തീരുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ട് വന്നോളും. ഇതിനകത്ത് ആ പ്രക്രിയക്കുള്ളിലേ ഒരു മാലാഖയും ഒന്നും ചെയ്യുന്നില്ല. അവിടെ പരിണാമം, അവിടെ ഈ പ്രക്രിയയിൽ ദൈവത്തിനൊന്നും ഒരു പങ്കുമില്ല. അതൊക്കെ കഴിഞ്ഞ ഒരു 5000 വർഷത്തിനും കഴിഞ്ഞ 7-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലുള്ള അന്നത്തെ കാലത്തെ മനുഷ്യരുടെ അറിവുകളാണത്. അവരതങ്ങനെ ചെയ്തോട്ടെ, അത് അവർ ഉൽപ്പാദിപ്പിച്ചിട്ടു, അവരതിൽ വിശ്വസിച്ചു, അവർ പോയി. പക്ഷെ അറിവ് നിൽക്കുന്നു, അത് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരണ്ട. ഈ കാലം നാം പറയുന്നത് ഈ കാലം ഉൽപ്പാദിപ്പിച്ച അറിവാണ്. ഈ കാലം ഉൽപ്പാദിപ്പിച്ച അറിവാണ് നമ്മളാക്കുന്നത്, നമ്മളെ മോഡേണൈസ് ചെയ്യുന്നത്. അതാണ് നാം ഓരോരുത്തരും. അപ്പം അവിടെ പ്രവർത്തിക്കുന്നു, അവിടെ ജീനുകളാണ് പ്രവർത്തിക്കുന്നത്, ആക്റ്റീവാണ്. അതായത് ഇന്ന സമയത്ത് ഇന്ന ജീൻ ആക്റ്റീവ് ആവണമെന്ന് അവിടെ നിയമമുണ്ട്. അതനുസരിച്ച് അത് പ്രവർത്തിച്ചോളും. അത് ബ്രെയിനിൻ്റെ കാര്യത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മനുഷ്യൻ്റെ രൂപം അവിടെ വരുന്നുണ്ട് ഗർഭം പൂർത്തിയാവുന്നതനുസരിച്ച്. അതിൽ 6 മാസം കഴിഞ്ഞിട്ടാണ്, അതായത് 3-ാം ട്രൈമസ്റ്ററിൽ ആണ് കുഞ്ഞിൻ്റെ ഈ ബ്രെയിൻ കൂടുതൽ സജീവമായിട്ട് വളരാൻ തുടങ്ങുന്നത്. അതെങ്ങനെയാണ്?
അമ്മയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന, നിതംബത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ഫാറ്റ്, ഗ്ലൂട്ടിയോ ഫിമോറൽ ഫാറ്റ് എന്ന് പറയുന്ന ഈ DHA കുഞ്ഞിൻ്റെ തലയിലേക്ക് അമ്മ പമ്പ് ചെയ്യും. കുഞ്ഞിൻ്റെ ബ്രെയിനായിട്ട് അത് മാറും പതിയെ പതിയെ. അങ്ങനെ ബ്രെയിനായിട്ട് വന്ന് കുഞ്ഞിനെ പ്രസവിക്കുന്നു. പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ അളവ് ഏതാണ്ട് ഒരു 29% ഉണ്ടാവുള്ളൂ. 1350ൻ്റെ 29% ഉണ്ടാവുന്നുള്ളൂ. പ്രസവിച്ചിട്ട് കുഞ്ഞ് വളരെ മുന്നിലത്തെ കാഴ്ചയാണ്. പക്ഷെ ഒരു വർഷമാകുമ്പോഴേക്കും ആ കുഞ്ഞിന് ഒരു 65-70% ബ്രെയിൻ വളരും. കുഞ്ഞ് നമ്മുടെ മുന്നിലാണ് വളരുന്നത്. നമുക്കറിയാം, ഒരു 20 ദിവസമൊക്കെ 25 ദിവസമൊക്കെ അമ്മയെ കുഞ്ഞ് തിരിച്ചറിയും, അവൻ കളിക്കുകയും ഇതൊക്കെ ചെയ്യില്ലേ. ആ കുഞ്ഞിൻ്റെ കളി തന്നെ ഒരു ഉത്സവമല്ലേ, നല്ലൊരു കാഴ്ചയല്ലേ. ഇത് സംഭവിക്കുന്നത് ബ്രെയിൻ്റെ വളർച്ചയാണ് അത് കാണിക്കുന്നത്. എങ്ങനെ ബ്രെയിൻ വളരുക? അമ്മ വീണ്ടും മുലപ്പാലിലൂടെ പമ്പ് ചെയ്യുന്നു ഈ വിശിഷ്ടമായ ഫാറ്റ്. വീണ്ടും അമ്മയ്ക്ക് നമ്മൾ പ്രണമിക്കേണ്ടി വരുന്നു. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. ഇനി ഒരു അതിപ്രധാനമായ കാര്യം ഇനിയാണ് വരുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇവിടെയാണ് ശരിക്കും അമ്മയെ നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രണാമം അർപ്പിക്കേണ്ടതും. സംഗതി ഇങ്ങനെയാണ്. ഇപ്പം 2 കുട്ടികളെ, ഒരു വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെന്ന് കരുതുക. ഒരു 10 വയസ്സായിക്കൾ, രണ്ടുപേരും ഒരേ പ്രായത്തിൽ നിന്ന് വളരും. പക്ഷെ കുറച്ച് കഴിഞ്ഞാലേ പെൺകുട്ടി ആൺകുട്ടിയെ അപേക്ഷിച്ച് കുറച്ച് ഉഷാറായിട്ട് വളർന്നു പോകണത് നമ്മുടെ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാം കാഴ്ചയാണല്ലോ. പെൺകുട്ടി ആൺകുട്ടിയേക്കാളും നന്നായി വളരും. എന്താ സംഭവം എന്നറിയത്? പരിണാമം നമ്മുടെ മുന്നിൽ കാണുകയാണ്. അമ്മയെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അമ്മ ഭംഗിയായിട്ട് ആ റോൾ പ്രവർത്തിക്കുന്നു. പ്രണമിക്കണം. എന്ത് സംഭവം എന്നറിയോ? കുട്ടി ചെറുപ്പത്തിലെ തന്നെ മീനും ഇറച്ചിയും മുട്ടയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. കഴിക്കുമ്പോൾ അതിൽ നിന്ന്, അതായത് ഒരു വീട്ടിൽ 2 ആൺകുട്ടി ഉണ്ടെങ്കിൽ, ഒരു ആൺകുട്ടി പെൺകുട്ടി ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊരു ശീലമുണ്ട്. ആൺകുട്ടിക്ക് 2 മീൻ കൊടുക്കും, പെൺകുട്ടിക്ക് 1 മീനേ കൊടുക്കുള്ളൂ. കാരണം ന്യായം പറയും അമ്മമാർ. പക്ഷെ പരിണാമം അതിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യും. എന്താണ്? ഈ കിട്ടുന്ന മത്സ്യത്തിൽ നിന്നും മുട്ടയിൽ നിന്നും, മുട്ട അതിപ്രധാനമാണ് കേട്ടോ. അതിനകത്തുള്ള ഒരു കോളിൻ എന്ന ഒരു പദാർത്ഥമുണ്ട് നമ്മുടെ തലച്ചോറിൽ, അത്യാവശ്യമായ സാധനമാണ്. അതൊക്കെ ഈ ചെറുപ്പത്തിൽ കുട്ടിക്ക് കിട്ടുമ്പോൾ അത് ഒരു ഭാഗം എടുക്കും ശരീരം, കുറച്ച് ഭാഗം അവിടെ കൊണ്ട് സംഭരിച്ച് വയ്ക്കും. എന്തിനാ? നാളത്തെ പ്രജയെ നിർമ്മിക്കുന്നതിന് വേണ്ടി പരിണാമം പ്രവർത്തിക്കുകയാണ്. വേറെ വഴികളില്ല. ഡോക്കോസാക്സിനായിക് ആസിഡ് അടക്കമുള്ള ഈ omega-3 വരുന്നതും പിന്നെ അരിക്കിഡോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ omega-6 വരുന്നതൊക്കെ ആസിഡുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നേരത്തെ സംഭരിക്കണം. അപ്പോൾ പെൺകുട്ടി സംഭരിക്കുന്നതുകൊണ്ട് പെൺകുട്ടിയുടെ നിതംബവും അരക്കെട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ തടിച്ച് ഉരുണ്ട് വരും. നമ്മൾ കരുതും ആൾറെഡി ഇവിടെ കല്യാണം കഴിച്ചുകൊടുക്കാറായി. ഉടനടി 10-15 വയസ്സാകുമ്പോഴേക്കും നമ്മൾ കാഴ്ചയിൽ കാണുമല്ലോ. കുട്ടിക്ക് തന്നെ അറിയാം കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പലയിടത്തും കനം വെച്ച് വരുന്നത് കുട്ടിക്കറിയാം. അപ്പം നമ്മളെന്താ കരുതുക? കുട്ടി റെഡിയായി. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. ശുദ്ധാസംബന്ധമാണത്. അത് സംഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതും സംഭരണം പറഞ്ഞാൽ ഒരു കുഞ്ഞല്ലല്ലോ, അനവധി കുഞ്ഞുങ്ങളല്ലേ പ്രസവിച്ചിട്ടല്ലേ. ഒരു 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ചാലേ 2 പേര് നിൽക്കുള്ളൂ. അത്രയും കാലത്തിന് വേണ്ടി സംഭരിച്ച് വയ്ക്കണം. അതിന് സംഭരണം തുടങ്ങുന്നു. അതാണ് സംഗതി. അമ്മയെ പ്രണമിക്കണ്ടേ? ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ ഒരു കാര്യം നോക്ക്. ഞാൻ നേരത്തെ പ്രൈമേറ്റുകളെ കുറിച്ച് പറഞ്ഞു. അത് 250-30 വിഭാഗങ്ങളുണ്ട് അതിനകത്ത്. അവർക്കൊന്നും ഈ പ്രക്രിയയില്ല. ചിമ്പൻസി, ഗൊറില്ല, ഒറാങ്ങുട്ടാൻ, കുരങ്ങന്മാർ, ഇവരൊക്കെ എടുത്ത് നോക്കിക്കോ. അവരുടെ ഒന്നും ഈ അരക്കെട്ട് ഭാഗങ്ങളൊന്നും വിരിഞ്ഞു നിൽക്കുന്നില്ല. നമ്മുടെ കാഴ്ചയല്ലേ. കാരണം അവർക്കൊന്നും ബ്രെയിൻ്റെ വികാസമില്ല. അവർക്കൊരിക്കലും അറിവ് ഉൽപ്പാദിക്കാൻ പറ്റില്ല. അത് മനുഷ്യന് പറ്റുള്ളൂ. അപ്പം മനുഷ്യനെ പരിണാമം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയല്ല, അമ്മയെ ഡിസൈൻ ചെയ്ത് ഈ ആസിഡ് വേണ്ടി. അങ്ങനെ അമ്മയിലൂടെ ഈ പ്രക്രിയ നടക്കുന്നു. നമുക്ക് പലതും അറിയാം, പക്ഷേ ഇത് അറിഞ്ഞുകൂടാ. അമ്മയെ പ്രണമിക്കണ്ടേ? തീർച്ചയായിട്ടും ഞാൻ പ്രണമിക്കുന്നു. അത് നിങ്ങൾ ചെയ്തോ. ഇനി നോക്കാം. ഇനി പ്രക്രിയയിലേ നമ്മൾ ചെയ്യുന്ന ചില സംബന്ധങ്ങളുണ്ട്, വിഡ്ഢിത്തരങ്ങളുണ്ട്. ഞാനത് വേഗം ഒതുക്കാം. ഞാനത് ഈ 6 മാസത്തുമ്പോൾ ഒരു ചോറൂണ് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ നമുക്ക്. അതൊരു അസംബന്ധമാണ്, തെറ്റാണ് കേട്ടോ, ചെയ്യാൻ പാടില്ല. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി ചോറുണ്ട് കൊടുത്തെങ്കിൽ അത് നല്ല കുട്ടി അങ്ങനെ നേർന്നിട്ടൊക്കെ ചെയ്യും.
ഇപ്പം ഞാൻ ഉദാഹരണമാണ്, എന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ട് ചേർത്തതാണ്. പക്ഷേ ലോക ഗുരുത്തില്ലാത്തനെ മാറി. കാരണം എൻ്റെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്, നിന്നെ ഗുരുവായൂർ കൊണ്ട് ഇതാക്കിയതാണ്. പക്ഷേ ഞാൻ ഗുരുവായൂരമ്പലല്ല, അതിനപ്പുറത്തുള്ള എന്നെ നിഷേധിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ദൈവല്യം നിഷേധിക്കുന്ന അതൊക്കെ വന്ന റൂട്ട് എനിക്കിപ്പോൾ അറിയാം. അപ്പോൾ സത്യത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചോറ് കൊടുക്കരുത് കുഞ്ഞിന്. പകരം കൊടുക്കേണ്ടത് നോക്ക്, ഇപ്പം 6 മാസം എത്തുമ്പോഴേക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നത് ഈ ചോറ്, അതുപോലെ ഈ കൂവപ്പൊടി, ഗോതമ്പിൻ്റെത്, പിന്നെ പുല്ല്, അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്, കായ്പ്പൊടിയൊക്കെ. അത് കാർബാണ്, കാർബോഹൈഡ്രേറ്റാണത്, ഊർജ്ജമായിട്ട് വരുന്നത്, എനർജിക്കുള്ള സാധനമാണ് ഇതെല്ലാം. പക്ഷെ അത് അമ്മ മുലപ്പാലിലൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ കുത്തിക്കയറ്റുന്നു? നമ്മൾക്ക് അറിവില്ലാത്തത് കൊണ്ട് ചെയ്ത അബദ്ധങ്ങളാണ് ഇതെല്ലാം. ഇവിടെയുള്ള എല്ലാവരും ഇപ്പം അതിൻ്റെ ഇരകളാണ്, നമ്മളൊക്കെ അതിൻ്റെ ഇരകളാണ്. ചെയ്യേണ്ടത് അതല്ല. കുഞ്ഞിന് 6 മാസത്തിന് മുമ്പ് ഗർഭഭക്ഷണം കഴിക്കാൻ കുഞ്ഞ് പ്രാപ്തമായെങ്കിൽ അവന് മീൻ കൊടുക്കണം. 6 മാസത്തിന് മുമ്പ് അവന് മീൻ കൊടുക്കണം. ചാള, അയില, മുള്ളില്ലാത്ത ചെറിയ ചെറിയ മത്സ്യങ്ങൾ, ഇതെല്ലാം പിച്ച് കൊടുക്കണം. കോഴിമുട്ട, അതിൻ്റെ ഉണ്ണി കൊടുക്കണം. ഉണ്ണി വലിച്ചെറിഞ്ഞിട്ട് വെള്ളം തിന്നുന്നവരാ നമ്മൾ. എത്ര വലിയ വിഡിത്താണ് നമ്മൾ ചെയ്യുന്നത് അറിയോ? ആ ഉണ്ണിയിലാണ് അതിൻ്റെ സാധനം കിടക്കുന്നത്, മർമ്മം കിടക്കുന്നത് അവിടെയാണ്. 5-10 മുട്ടയുടെ വെള്ളം കഴിക്കും നമ്മൾ, പ്രോട്ടീനാണ്, ഓക്കെയാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ സാധനം അതിനകത്ത് പോഷകങ്ങളുണ്ട്, മൾട്ടി വിറ്റാമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, ഒരുപാട് സാധനം അതിനകത്തുണ്ട്. അതൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് ഇത് തിന്നും. പക്ഷെ കുട്ടിക്ക് കൊടുക്കണം, എസൻഷ്യലാണ് അത്. പക്ഷേ നമ്മൾ കൊടുക്കുന്നില്ല. ഇനിയെങ്കിലും അടുത്ത തലമുറയെങ്കിലും അത് ചെയ്യണം. എന്നെങ്കിലേ ഭൗതികമായി, അതായത് ഇപ്പോൾ ഐൻസ്റ്റീൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ ഇതൊന്നുമല്ല പറയുന്നത്. നല്ലൊരു ബ്രെയിൻ, അത് പരിണാമം നമുക്ക് ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. അതിന് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അവിടെ വീണ്ടും നമ്മൾ തെറ്റിപ്പോകുന്നു. ഇതിൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്കിപ്പോഴും നമ്മളെക്കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല. നമ്മളെല്ലാം ഒരു 4000 വർഷം മുമ്പ്, ഇപ്പോൾ BC 4004 ദൈവം സൃഷ്ടിച്ചു എന്നുള്ള ആ കള്ളക്കഥ വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ശുദ്ധ പമ്പര വിഡിത്തങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ സംഗതി ഒന്നല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം നമുക്കുണ്ട്. അതിൽ കഴിഞ്ഞൊരു 10,000 വർഷത്തിന് മുമ്പ് അങ്ങോട്ടുള്ള ഹിമയുഗങ്ങളും പിന്നെ ശിലായുഗങ്ങളൊക്കെയാണുള്ളത് നമ്മുടെ ചരിത്രത്തിൽ. ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ ഡോക്കോസൈക്സനോയിക് ആസിഡ് അടക്കമുള്ള ഈ വിശിഷ്ടമായ ആസിഡുകൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം അന്നത്തെ നമ്മുടെ ഭക്ഷണം പ്രധാനമായിട്ടും മാംസം തന്നെയാണ്. ഹിമയുഗങ്ങളിൽ മാംസം, ജന്തുജന്യ ഭക്ഷണം എന്ന് പറയാം. അതിൽ മാംസം വരും, മുട്ട വരും, മത്സ്യം വരും. കാരണം ധാരാളം മത്സ്യത്തിന് നമ്മൾ പിടിച്ചു തിന്നതിൻ്റെ കുറേ ഫോസിൽ തെളിവുകളൊക്കെ നമുക്കുണ്ട്. അങ്ങനെ നമുക്ക് അത് യഥേഷ്ടം കിട്ടിയിരുന്നു. കാരണം മാത്രമല്ല, നമ്മുടെ ആ കാലഘട്ടങ്ങളിലൊക്കെയുള്ള ഒരു 40,000 വർഷം തൊട്ട് മോഡേൺ മനുഷ്യൻ, ഇന്നത്തെ മനുഷ്യൻ എന്ന് നമ്മൾ പറയണ്ടില്ല, ആ മനുഷ്യൻ ഫോം ചെയ്ത് വരുന്നത് ഈ 40,000 വർഷം തൊട്ടാണ്. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ചില ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹോഹ്ലെ ഫെൽസ് എന്നിട്ടുള്ള ഒരു 2008 കിട്ടിയിട്ടുള്ളതാണ് ഒരു ശില്പമുണ്ട്. നല്ല ആനക്കൊമ്പ്. അന്നത്തെ ആന എന്ന് വെച്ചാൽ ഈ മാമത്തിൻ്റെ കൊമ്പ് വെട്ടിയെടുത്തിട്ട് അവർ അതുമ്മൽ മനോഹരമായ ചിത്രം, 40,000 വർഷം പഴക്കമുണ്ട്, അത് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ സ്ത്രീയാണ് നിർമ്മിച്ചു വെച്ചുള്ളത്. ആ രൂപങ്ങളൊക്കെ ശരിക്കും ഇത് ഞാൻ ഈ പറഞ്ഞതാണ്, കനത്ത നിതംബവും പിന്നെ അതുപോലെ ഉടൽക്കെട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. കാരണം അന്ന് അങ്ങനെ ചിത്രം ചെയ്യണമെങ്കിൽ അവൻ്റെ മുന്നിൽ കാഴ്ച അതാണ്, ആ ഒരു സ്ത്രീ രൂപങ്ങളുണ്ട്. കാരണം ഇഷ്ടം പോലെ ഒരു മാംസത്തിൽ നിന്നും മത്സ്യത്തിൽ നിന്നും ഈ വിശിഷ്ടമായ പോഷക വസ്തുക്കൾ അവർക്ക് ലഭിക്കുകയും അതനുസരിച്ച് പരിണാമം ഡിസൈൻ ചെയ്ത് വയ്ക്കുകയും ചെയ്തു. ബ്രെയിൻ അന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴേ കഴിഞ്ഞ 10,000 വർഷത്തിന് ശേഷം സ്ഥിതി മാറുകയാണ്. നമ്മൾ കൃഷി കണ്ടുപിടിക്കുകയും ധാന്യം നമ്മുടെ മുഖ്യമായ ഭക്ഷണമാകുകയും ചെയ്യുന്നു. കാരണം 10,000 വർഷം മുമ്പ് ധാന്യങ്ങളില്ല നമുക്ക്. നമ്മുടെ ഭക്ഷണത്തിൽ മറ്റേ ഇറച്ചി, മീനും, മുട്ട, അതുപോലെ ഈ കിഴങ്ങുകളും പഴങ്ങളും വിത്തുകളൊക്കെ നമ്മുടെ ഭക്ഷണമായിരുന്നത്. പക്ഷേ 10,000 വർഷത്തിന് ശേഷം നമ്മുടെ ഭക്ഷണം മുഖ്യമായി ധാന്യമായി മാറി. ഇതോടുകൂടി നമ്മുടെ പല പ്രശ്നങ്ങൾ ആരംഭിച്ചു. അത് ഇന്നിപ്പോൾ കൂടി വരിക. അതിൻ്റെ ഇടയിൽ മതവും കയറി വന്നു. കഴിഞ്ഞ 5000 വർഷം തൊട്ട് മതം കയറി വന്നു. ഉള്ള ദൈവങ്ങൾ കുറേ എണ്ണത്തിനങ്ങോട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട്, എവരെ സിവിലൈസേഷൻ വന്നു അവിടെയൊക്കെ മതങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടു. ഈ മതങ്ങളെല്ലാം കൂടി കുറേ നിയമങ്ങളും കൊണ്ടുവന്നു. അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല. അങ്ങനെ എന്തിനു പറയുന്നത്, ശരിയായി നല്ല രീതിയിൽ ഒരു 5000 വർഷം മുമ്പ് തന്നെ ഐൻസ്റ്റീൻമാർ അന്ന് ഉണ്ടാവേണ്ടതാണ്. അതൊക്കെ നമ്മൾ തലച്ച് കളഞ്ഞു. മതം വന്നുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിനൊക്കെ നല്ല രീതിയിൽ വളർന്നേനെ.
അവിടെ അപ്പം മതത്തെ മനസ്സിലാക്കുക, ഒപ്പം സ്വന്തം മസ്തിഷ്കത്തെയും മനസ്സിലാക്കുക. ഇത് ഇപ്പോഴും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് സ്ത്രീകൾക്ക് അമ്മയ്ക്ക് നമ്മൾ പ്രണാമം അർപ്പിക്കുന്നതിൻ്റെ ഇതാണ്. കാരണം അനവധി കുട്ടികളെ നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട്, അനവധി കുട്ടികളെ വേണം. അതുകൊണ്ട് ഈ ശേഖരം എക്കാലത്തും ഉണ്ട്. ഇപ്പം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു, നാളെയും അതുണ്ടായിരിക്കും. മറ്റന്നാൾ നാളെ ഭാവിയിലത്തെ കാര്യം വീട്ട് പരിണാമം സംഭവിക്കും, എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ തൊട്ട് മുന്നിലുള്ള ഭാവിയിൽ ഇത് ആവശ്യമാണ്. അപ്പം ഈ ഈ സംഭരിച്ചു വച്ചിട്ടുള്ളത് നമ്മുടെ കാഴ്ച സുഖത്തിനുള്ളതല്ല, അത് പരിണാമം നമ്മുടെ മുന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നിർത്തുന്നു. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. മനുഷ്യർ മിശ്ര ബുക്കാണെന്ന് ആണല്ലോ നമ്മളെല്ലാം പഠിക്കുന്നത്. കേട്ടില്ല. മനുഷ്യർ മിശ്ര ബുക്കാണെന്നാണല്ലോ നമ്മളെല്ലാവരും പഠിക്കുന്നത്. മിശ്ര ബുക്ക്. ആ പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഒരു കുറച്ച് 1000 വർഷങ്ങളായിട്ടുള്ള കൃഷിയൊക്കെ കണ്ടുപിടിച്ച് സസ്യഭക്ഷണം ശരിക്കും വ്യാപകമായിട്ട് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ പ്രിൻസിപ്പൽ ഡയറ്റ് എന്ന് പറയുന്നത് മീറ്റ് ആയിരുന്നു. എന്താ സംശയം? ഒരു സംശയം വേണ്ട. കാരണം 10,000 വർഷത്തിന് മുമ്പുള്ള കാലത്ത് മനുഷ്യൻ, അതായത് 70 ലക്ഷം വർഷമായി മനുഷ്യൻ പരിണമിക്കാൻ തുടങ്ങിയിട്ട്, മിയോസിൻ എന്നാണ് ആ കാലത്തിൻ്റെ പേര്. അവിടെ നിന്ന് മുതൽ മനുഷ്യൻ പതിയെ പരിണമിച്ച് വന്നു. അത് 24 ലക്ഷം വർഷം എത്തുമ്പോൾ, അതായത് 70 ലക്ഷം വർഷം തൊട്ട് കഴിഞ്ഞ് 24 ലക്ഷം വർഷം വരെ ഉള്ള 46 ലക്ഷം വർഷക്കാലം നമ്മുടെ ബ്രെയിൻ്റെ അളവ് എന്ന് പറഞ്ഞത് വെറും ചിമ്പൻസിയുടെ അളവേ ഉള്ളൂ. അത് സാധാരണ രീതിയിൽ ചിമ്പൻസി ഇപ്പോൾ എന്താണ് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ പൂർവ്വീകരും കഴിച്ചുള്ളൂ. ഇപ്പോൾ ആസ്ട്രലോപിത്തക്കസ് അഫാരാൻസിസ്, ആസ്ട്രലോപിത്തക്ക് അനാമൻസിസ് എന്നൊക്കെ വേണ്ട ആ പരമ്പരയിൽ കുറേ പൂർവിക മനുഷ്യരുണ്ട്. അത് 2 കാലിൽ നടന്ന എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ 2 കാലിൽ നടക്കുന്നതാണ് നമ്മുടെ അടിസ്ഥാന രൂപം. അതിനുശേഷം ഈ ഇതാണ് വാലില്ലാക്കുറങ്ങ് ചായകളിന്, കാരണം രോഗങ്ങളും മസ്തിഷ്കത്തിൻ്റെ കുറവനുസരിച്ച് നെറ്റൊക്കെ ചരിഞ്ഞു പോയിരിക്കുന്നതും ഒക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ രീതി. പക്ഷേ 24 ലക്ഷം വർഷത്തിന് ശേഷം മസ്തിഷ്കം, നേരത്തെ പറഞ്ഞ ജീനുകളുടെ എരട്ടിക്കൽ മൂലം, ഈ സെറിബ്രത്തിൽ പ്രവർത്തിക്കുന്ന ജീനുകളുടെ എരട്ടിക്കൽ മൂലം ഇത് വർദ്ധിക്കാൻ തുടങ്ങി. വർദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞ അവിടേക്കാണ് ചെല്ലുന്നത് വീണ്ടും. അത് ഈ എസൻഷ്യലായ ഈ ഫാറ്റി ആസിഡ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതിനാണ് അമ്മയിൽ ഇത് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മിശ്ര ബുക്കാണ്, സംശയമൊന്നും വേണ്ട. നമ്മൾ സസ്യബുക്കാണെന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാണ്. അങ്ങനെ കുറേ എണ്ണമുണ്ട് ഇവിടെ, കുറേ എണ്ണമുണ്ട്. അവസാനം ഒരു ഗതിയില്ലാണ്ട് നേരെ പോയി വിറ്റാമിൻ ഗുളികകളും, ഇപ്പം വിറ്റാമിൻ B12 ബ്രെയിൻ്റെ ഉള്ളിൽ വളരെ ആവശ്യമുള്ളതാണ്. ഇറച്ചിയിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ് വിറ്റാമിൻ B12, കൊബാലമിൻ എന്ന് പറയും. ആ സാധനം ഇവർ കഴിക്കില്ല ഈ പൊട്ടന്മാർ. എന്നിട്ടെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഫോഗ്, അത് ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ് അവർക്ക്. അങ്ങനെ ഡോക്ടറെ എഴുതി കണ്ടു കഴിഞ്ഞാൽ ഇറച്ചി തിന്നതിന് പകരം ആ ഗുളിക എഴുതി കൊടുക്കും. അത് കഴിച്ചാൽ അവർക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കുക, പെട്ടെന്നൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. കാരണം മനുഷ്യൻ ധാരാളം മാംസം കഴിച്ചിരുന്ന ജീവിയാണ്. മാംസമാണ് മനുഷ്യൻ കഴിച്ചത്. കഴിഞ്ഞ 40,000 വർഷം തൊട്ട് തുടങ്ങി കഴിഞ്ഞ 10,000 വർഷം വരെയുള്ള മനുഷ്യൻ്റെ അത്രയും 30,000 വർഷം കാലത്ത് ജീവിതത്തിൻ്റെ ഇടയിൽ മനുഷ്യൻ കൊന്ന് തിന്ന് തീർത്ത ജീവികളുടെ എക്സ്റ്റിങ്ക്റ്റ് നശിപ്പിച്ചു. ആ ജീവിതം നശിപ്പിച്ചു, ഭൂലോകത്ത് ഇല്ലാണ്ടാക്കി. അത്രയും ജീവികളുടെ കണക്ക് ഭയങ്കരമാണ്. 150 ജനീറകളിലായിട്ട് ഉണ്ടായിരുന്ന ജീവികളിൽ 93 എണ്ണം കാണാനില്ല. തിന്ന് തീർത്തതാണ് നമ്മൾ. കാരണം ആ കാലത്ത് വേറെ ധാന്യങ്ങളില്ല, നമുക്ക് ധാന്യമില്ലല്ലോ. ഐസേജിൽ എന്ത് ധാന്യം? ആ അവസ്ഥയിൽ നമ്മൾ ഇതിനെ തിന്നു തീർത്തു. വേറെ ഇതൊന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലല്ലോ, അത് ഭൂലോക പൊട്ടത്തരല്ലേ. അത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നതാണ്. നിങ്ങൾ ഗോർഡൻ ചൈൽഡിൻ്റെ ഒരു പുസ്തകമുണ്ട്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. അതെ, ഒന്ന് വായിച്ചു നോക്കുക. അത് 1930 കാലത്തെ പുസ്തകമാണ്. പക്ഷേ ആ ആശയം ഉണ്ടല്ലോ, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. സ്വയം നിർമ്മിച്ചെടുത്തതാണ്. കഴിഞ്ഞ 24 ലക്ഷം വർഷത്തിന് ശേഷം മനുഷ്യൻ സ്വയം നിർമ്മിച്ചതാണ്. ആ സ്വയം നിർമ്മിച്ചതിൻ്റെ ആധാരം എന്ന് പറയുന്നത് അവൻ ഉൽപ്പാദിപ്പിച്ച അറിവാണ്. മനുഷ്യൻ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഏകജീവി എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആ ബഹുവിധമായ അറിവുകളിൽ ഒരറിവ് മാത്രമാണ് ദൈവം. പിശാചി, സ്വർഗം, നരകം എല്ലാം അതാണ്. പരിണാമമാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. അതാണ് സത്യം. അപ്പം മനുഷ്യൻ സസ്യബുക്കാണെന്ന് പറഞ്ഞവരെ മുക്കാലിക്കിട്ട് അടിക്കണം. ശുദ്ധസംബന്ധ വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ. എന്നിട്ട് പറഞ്ഞ പോലെ നേരെ ആശുപത്രിയിൽ പോകും. അങ്ങനത്തെ കുറേ വിദ്വാന്മാർ തൃശ്ശൂരുണ്ട്, എനിക്കറിയാം അവരന്മാരെ. അതല്ല,
ധാരാളം ഇറച്ചി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, നിങ്ങൾ ധാരാളം മത്സ്യം കഴിക്കണം, ധാരാളം മത്സ്യം കഴിക്കണം. ഞാനൊരു ദിവസം ഒരു 150-നും 100-150 ഇടയിൽ ചാള കഴിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും. ഇന്നും ചാള കഴിക്കും. അതുപോലെ ഇറച്ചി മീനും ഒക്കെ ധാരാളം കഴിക്കും. മുട്ടയും ഒക്കെ ധാരാളം കഴിക്കും. 150 ഗ്രാം 150 ഗ്രാമിൽ നിന്ന് ഏതാണ്ട് ഒരു 2 ഗ്രാമിനടുത്ത് ഈ DHA കിട്ടും. ഇഷ്ടം. ഇപ്പം അതല്ല വലിയ പ്രശ്നമൊന്നും എനിക്കില്ല. ഈ ബ്രെയിൻ ഫോക്ക് അടക്കമുള്ള അതുപോലെ മെമ്മറി നഷ്ടങ്ങളോ ഒന്നും എനിക്കില്ല. ഞാനൊരു 60 വയസ്സാവാറായി. ഒരു പ്രശ്നമില്ല എനിക്ക്. കഴിഞ്ഞു പോകുന്നത് ഇങ്ങനെയാണ്. സത്യത്തിൽ പരിണാമമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര നീട്ടി തന്നത്. ഞാൻ പരിണാമം പഠിച്ചില്ലെങ്കിൽ ഞാൻ എന്തേ മണ്ണൂർക്ക് പോയെന്നറിയുമോ? അപ്പം ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും മാംസം കഴിക്കുക. മാംസം പോയി റെഡ് മീറ്റ് ഒന്നും കഴിക്കണ്ട. റെഡ് മീറ്റ് കഴിച്ചോ, പക്ഷേ എക്സസൈസ് ചെയ്യാൻ ധൈര്യം കാണിക്കണം. എക്സസൈസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ എന്ത് സാധനം കഴിച്ചോ. വെറുതെ ഇരുന്നാൽ പണി കിട്ടും, പിന്നാലെ അപ്പുറത്ത് പണി വരും. ധാരാളം മത്സ്യം കഴിച്ചോ, മുട്ട കഴിച്ചോ, മീൻ കഴിച്ചോ, അതുപോലെ പച്ചക്കറികളും അല്പം മാത്രം നമുക്ക് ധാന്യം മതി. പണിയെടുക്കാത്തവർക്ക് കിട്ടാം, പണിയെടുക്കുന്നവർക്ക് വേണം. ഇത്രയേ ഉള്ളൂ സമയം. അപ്പം മനുഷ്യൻ സസ്യബുക്കാണെന്നുള്ളത് ഭൂലോക തട്ടിപ്പാണ്, അവൻ മാംസബുക്കാണ്.